ബ്രോ ഈ സ്ഥലം എവിടെയാണ്, ഈ സ്ഥലത്തിന്റെ ഫുൾ വീഡിയോ ചെയ്യോ എന്നാണ് എനിക്ക് കൂടുതലും വരുന്ന കമന്റ്. അപ്പൊ അവർക്കായിട്ടുള്ള വീഡിയോ ആണ് ഇത്. ഇതാണ് ഞാൻ കളിച്ചു വളർന്ന എന്റെ കൊച്ചു വീട്. പട്ടിക്കാട്ടിലല്ലേ നിന്റെ വീട് എന്ന് 2-3 കമന്റ് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവർക്കായിട്ടൊക്കെ ഉള്ള ഒരു വീഡിയോയും കൂടിയാണ് ഇത്. എന്റെ വീടിന്റെ ഫ്രണ്ടിക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു വീടും ഈ റൈറ്റ് കാണുന്ന വീടും, ഞങ്ങൾ ഇങ്ങനെ 3 വീടാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ വഴിയിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് അപ്പുറത്തൊക്കെ നിറയെ വീടുകളുണ്ട്. അമ്മ ഇതിലൂടെ പണിക്ക് പോകുന്നതുകൊണ്ട് ഈ സ്ഥലമായിരിക്കും ഞാൻ കൂടുതലും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവുക. ഈ വരമ്പിന്റെ അപ്പുറത്തെ ഇപ്പുറത്തെ പാടം, അതിലിപ്പോ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഏരിയ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വീടിന്റെ ഒരു വശത്തെ സീനറി എന്ന് പറയുന്നത്. ഈ പാടത്തിനോട് ചേർന്ന് തന്നെയാണ് ആ വീട് നിൽക്കുന്നത് കേട്ടാ. ഇനി ഈ പാടത്തിന്റെ ഈ സൈഡ് കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പോയിട്ട് വൈകുന്നേരം സ്പെൻഡ് ചെയ്യുന്ന ആ പാറയിലോട്ട് എത്തും. അപ്പൊ ആ പാറയ്ക്കാണ് നമ്മളിപ്പോ പോകുന്നത്. ആ കാണുന്ന വഴിയിലൂടെയാണ് ഞാൻ നടന്നു വന്നത്. വഴിയെന്നല്ല, ഞാൻ ചാടി മറിഞ്ഞു വന്നതാട്ടാ. അങ്ങനെ ഞാൻ പാറയിൽ എത്തിയിട്ടുണ്ട്. എന്റെ കുറെ റീൽസിൽ ഞാൻ ഈ മരം കാണിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും വൈകുന്നേരം വന്ന് ഇരിക്കുന്ന സ്പോട്ടാണെന്ന് പറഞ്ഞിട്ട്. നട്ടുച്ച വെയിലത്താണ് ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നത്. ആ വെയിലത്ത് നിന്ന് നേരെ ഈ മരത്തണിലോട്ട് വന്നപ്പോ എനിക്ക് നല്ലൊരു ആശ്വാസം തോന്നി. ഇനി റോഡിൽ നിന്ന് എന്റെ വീട്ടിലോട്ട് എങ്ങനെ കണക്ട് ആകുന്നു കാണിച്ചു തരാം. അപ്പൊ റോഡിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല വീട്ടിക്ക്. അപ്പൊ ഇതാണ് മാട്ടുമല റോഡ്. ഇതാണ് റോഡിൽ നിന്ന് എന്റെ വീട്ടിലോട്ടുള്ള വഴി. ഞാൻ ഇതിലൂടെയാണ് ഡെയിലി ബൈക്കും കൊണ്ട് പോയി വരുന്നത്. ബൈക്ക് റൂട്ടാണ് ഇത്. കാർ റൂട്ട് വേറെ ആട്ടാ. കാറും കൊണ്ടും വീട്ടിലോട്ട് പോവാ, ആ റൂട്ട് വേറെയാണ്. ഇപ്പൊ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ എനിക്ക് കിട്ടുന്ന അന്തരീക്ഷം പറയുന്നത് ഒരു സമാധാനമായ അന്തരീക്ഷമാണ്. ഈ വഴിയിൽ ഈ മരത്തണല്. ഞാൻ എവിടെയെങ്കിലും പുറത്തു പോയിട്ട് വരുന്ന സമയത്ത് ഒരു ഉച്ചയാണെങ്കിൽ ഞാൻ ബൈക്ക് അവിടെ ഇട്ടിട്ട് ആ ബൈക്കിന്റെ മേലെ ഒരു അരമണിക്കൂർ ഇരുന്ന് റീൽസ് കണ്ടിട്ടൊക്കെയാണ് ഞാൻ മെല്ലെ വീട്ടിലോട്ട് പോകുള്ളൂ. അപ്പൊ ഇതാണ് വീട്ടിലോട്ട് പോകുന്ന വഴി. ഇത് വീട്ടിലേക്കുള്ള വഴിയാണ്. അപ്പൊ ഈ വരമ്പിലൂടെയൊക്കെയാണ് കാർ ഇറക്കിയിട്ട് ഞാൻ പോകുന്നത്. ഇപ്പൊ ഈ കാണുന്നത് വീടിന്റെ ബാക്ക് വശമാണ് കേട്ടാ. വീടിന്റെ ബാക്ക് വശവും പാടമാണ്. പാടമൊക്കെ ഇപ്പൊ കൃഷി ഇറക്കാൻ വേണ്ടിട്ട് ഏരിയ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കറങ്ങി അടിച്ച് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇനി വീടെത്തിയിട്ടുണ്ട്. പിന്നെ വീടിന്റെ ബാക്കിൽ തൊടിയിൽ അത്യാവശ്യം വാഴയും തെങ്ങും മുരിങ്ങയൊക്കെ ഉണ്ട്. പിന്നെ പയർ നടാൻ വേണ്ടിട്ട് ഏരിയ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന തെങ്ങ് എന്റെ അമ്മ വെച്ചതാട്ടാ. ഏകദേശം 5-8 വർഷത്തിന് മേലെയൊക്കെ ആയിട്ടുണ്ട്. അതേപോലെ ഈ കാണുന്ന മുരിങ്ങ മരവും ഈ തെങ്ങും, ഇത് രണ്ടും എന്റെ ഓർമ്മ വെച്ച നാൾ മുതലേ ഉള്ളതാണ്. പിന്നെ നമ്മുടെ ടോമി വീട്ടിന്റെ ബാക്കിലെ പൈപ്പിൻ ചോട്ടിൽ വന്നിട്ട് കുഴി മാന്തിയിട്ട് അതിൽ കിടന്ന് ഉരുളുണ്ട് ആശാൻ. ചെക്കൻ കാണുന്ന പോലെയൊന്നും അല്ല, ഇവനും ഉണ്ട് അത്യാവശ്യം ഫാൻസ്. എന്റെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് റീച്ച് ആകുന്ന വീഡിയോ പറയുന്നത് ടോമിനെ അമ്മ കുളിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. എന്തായാലും ടോമിനെ ഇഷ്ടപ്പെടുന്ന ടോമിന്റെ ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ, നോക്കാലോ അവന് എത്രത്തോളം ഫാൻസ് ഉണ്ടെന്ന്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ വിറകടുപ്പ്. ഇതിലാണ് അമ്മ ചോറ് വെക്കുന്നതും വെള്ളം തിളപ്പിക്കുന്നതും. പിന്നെ ഈ അടുക്കളയോട് ചേർന്ന് തന്നെയാണ് പാടം വരുന്നത്. പിന്നെ ഞാൻ പാറയിലോട്ട് നടന്നു പോയത് ആ കാണുന്ന വഴികളിലൂടെയാണ് പോയത്. ഇനി നിങ്ങൾക്ക് വേറൊരു അടിപൊളി സ്ഥലം കാണിച്ചു തരാം. ആ മുളത്തോട്ടത്തിലോട്ട് പോകാം നമുക്ക്. അപ്പൊ അത് ഈ വീട്ടുകാരുടെ ആട്ടോ. അപ്പൊ ഞാൻ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പിന്നെ ഈ വീട്ടുകാർ വെച്ച മുല്ലപ്പൂച്ചെടി ആട്ടാ. ഈ കാണുന്ന ആട്ടാ മുളക്കാട്, അതായത് പരുവക്കൂട് എന്നൊക്കെ ഞങ്ങൾ പറയും. ഇത് പുറമെ എങ്ങനെയാണെങ്കിലും അകത്ത് പോയി കഴിഞ്ഞാൽ വേറെ വൈബാ. പിന്നെ ഈ കാണുന്നതൊക്കെ ഈ വീട്ടുകാരുടെ കൃഷിയാണ് കേട്ടാ. നമുക്ക് എന്തായാലും ഈ മുളത്തോട്ടത്തിന്റെ ഉള്ളിൽ കയറി നോക്കാം, ഏതാ വൈബ് നോക്കാം. ഈ മുളത്തോട്ടത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തന്നെ വെയിലാണെങ്കിലും നമ്മൾ അതൊന്നും ബാധിക്കേ ഇല്ല. ഈ തോട്ടത്തിന്റെ ഉള്ളിൽ മുമ്പ് ഒരു വീടുണ്ടായിരുന്നു. ആ വീട് ഇവിടെയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഫീൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ ചൂടത്ത് വന്നിട്ട് നേരെ AC റൂമിക്ക് കയറുമ്പോ എന്താ ഫീല്, ആ ഒരു ഫീലാണ് ഇപ്പൊ എനിക്ക്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെയാണ് അവരുടെ കപ്പ കൃഷി ഇട്ടാ. മഴ ആവുന്നതിന് മുന്നേ അവര് വെച്ച് പിടിപ്പിച്ചതാണ് അത്. ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോ പിന്നെ എനിക്ക് പുറത്ത് പോകാനും തോന്നണില്ല. അത്ര രസമാട്ടോ ഇവിടെ നിൽക്കാൻ. കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ പിള്ളേര് കൂടുതൽ ഈ സ്ഥലത്ത് തന്നെയായിരിക്കും. ഇനി നമുക്ക് വന്ന വഴി വരാതെ അപ്പുറത്തെ പാടത്തോടെ ചാടി മറിഞ്ഞു പോയി അവിടുത്തെ സീനറിയും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇനി ഈ പാടത്തൂടെ ഞാൻ നമ്മുടെ മെയിൻ വഴിയിലോട്ട് പോവുകയാണ്. അപ്പൊ നമ്മുടെ ഇക്കിയുണ്ട് അതാ കൂടെ. ആള് തോട്ടമൊക്കെ നോക്കി ഇനി നേരെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഞാൻ ചെറുപ്പത്തെ ഫുട്ബോളും ക്രിക്കറ്റും കളിച്ച് നടന്ന സ്ഥലവും അതേപോലെ പഞ്ചായത്ത് കിണറുമാണ്. എന്റെ വീഡിയോ കണ്ടിട്ട് പിന്നെ കുറെ കൂട്ടുകാർ കമന്റ് ചെയ്തിട്ടുണ്ട്, ബ്രോ അവിടെ വേറെ വീടൊന്നും ഇല്ലേ പറഞ്ഞിട്ട്. ഇവിടെ മുതൽ അങ്ങോട്ട് വീടുണ്ട് കേട്ടാ. ഇത് എന്റെ കൂട്ടുകാരന്റെ വീടാണ്. ഞങ്ങളുടെ പഞ്ചായത്ത് കിണറിലോട്ട് പോകുന്ന വഴി ഇത് തന്നെയാട്ടോ. അമ്മയും ഞാനൊക്കെ ഈ വഴിയിലൂടെയാണ് പഞ്ചായത്ത് കിണറിലോട്ട് പോകുന്നത്. വഴി പറയാൻ പറ്റില്ല, കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങള് ഫുട്ബോളും ക്രിക്കറ്റ് ഒക്കെ കളിച്ച് നടന്ന സ്ഥലമാണ് ഇത്. ഈ വഴിയിലോട്ട് ഇങ്ങോട്ട് കയറിയത് എനിക്ക് നൊസ്റ്റു പിടിച്ചു. എനിക്ക് പഴയ കുട്ടിക്കാലാണ് ഓർമ്മ വന്നത്. ഇവിടെ കളിക്കാത്ത കളികളില്ല. ഈ ഒരു സ്ഥലത്ത് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, ഫുട്ബോള് അതുപോലെ കബഡി എല്ലാം കളിച്ചിട്ടുണ്ട്. ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലം കൂടിയാണ് ഇത്. പണ്ട് സ്കൂൾ വിട്ട് വീടെത്തി കഴിഞ്ഞാൽ ബോളും ബാറ്റും എടുത്തിട്ട് യൂണിഫോമും കൂടി മാറ്റാതെ വരുന്നത് ഈ സ്ഥലത്തിലോട്ടാണ്. ഫസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത് ഇവിടുന്ന് സ്റ്റെമ്പ് നട്ടിട്ട് അങ്ങോട്ടാണ് ഞങ്ങൾ അടിച്ചുകൊണ്ടിരുന്നത്. ആ ജണ്ട കെട്ടി എവിടെയായിരുന്നു ഞങ്ങളുടെ 6 ഒക്കെ. ഞങ്ങൾ പിന്നെ കുറച്ചും കൂടി വലുതായി ഇമ്പ്രൂവ് ആയപ്പോ പിന്നെ ഇവിടെ വന്ന് സ്റ്റെമ്പ് നട്ടാൻ തുടങ്ങിട്ടാ. ഇവിടെ വന്ന് സ്റ്റെമ്പ് കുത്തിയ ശേഷം അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി. അവിടെ ആ പാറയിലൊക്കെ നിറച്ച് പിള്ളേരായിരിക്കും. പിന്നെ ആ കാണുന്ന മരത്തിന്റെ ചോട്ടിലാണ് ഞങ്ങൾ റെസ്റ്റ് ഒക്കെ എടുത്തോണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു സ്ഥലം കൂടിയാണ് ഇത്. അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ ഒരു ഏരിയ തൊട്ട് അങ്ങോട്ട് നിറച്ച് വീടാട്ടാ. 10-20 വീട് അങ്ങോട്ട് ഉണ്ട്. അപ്പൊ ഈ വഴിയിലൂടെ അങ്ങോട്ട് പോണം പഞ്ചായത്ത് കിണറിലോട്ട്. എന്തായാലും ഇനി ആ കിണർ എവിടെയാണെന്നും കൂടി കാണിച്ചു തരാം. കുറച്ച് അങ്ങോട്ട് പോയാൽ മതി. ഈ വഴിയിലൂടെ ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയിക്കാൻ ആ കിണർ കാണാം. അത് ആ കാണാട്ടാ പഞ്ചായത്ത് കിണർ. വീട്ടിൽ നിന്ന് കുടിക്കാനുള്ള വെള്ളത്തിന്
വെള്ളത്തിന് മാത്രമാണ് ഈ കിണറിലോട്ട് വരുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം കൂടി പറയാം, ഇത് തോടാണ് കേട്ടാ. വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ, മഴക്കാലത്തൊക്കെ ഇതേ വെള്ളം കുത്തി ഒലിച്ച് വരും. അങ്ങനെ ഞാൻ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടാ. പുറമേ ഉള്ളവർക്കൊക്കെ ഇവിടെ പട്ടിക്കാടായിട്ട് തോന്നും, പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ സ്വർഗം തന്നെയാണ്. ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി ഇരിക്കാൻ, ആരെയും പേടിക്കണ്ട. എന്റെ വീഡിയോന്റെ താഴെ ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ്, ബ്രോ എവിടെയാണ് സ്ഥലം അടിപൊളിയായിട്ടുണ്ട്, സ്ഥലത്തിന്റെ ഫുൾ വീഡിയോ ചെയ്യോ പറഞ്ഞിട്ടായിരുന്നു കൂടുതലും വരുന്ന കമന്റ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഫുൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അമ്മയും അടുത്ത വീട്ടിലെ താത്തയും കൂടി ഒരു പരിപാടിക്ക് പോയിട്ട് വരുന്ന വഴിയാ തോന്നുന്നു. അപ്പൊ ശരി ചങ്കുകളെ, ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.